പ്ലസ് മീഡിയയിലേക്ക്. പ്രിയരെ, ടോം കുര്യാക്കോസ് സത്യസന്ധവും നിഷ്പക്ഷവുമായ മാധ്യമധർമ്മപാലനത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കർമ്മയോഗി. അദ്ദേഹം ജന്മന നസ്രായ സമൂഹത്തിൽ വിശിഷ്യ സീറോ മലബാർ സഭ അംഗമാണ്. തൻ്റെ ജോലിയോടൊപ്പം തന്നെ തൻ്റെ വിശ്വാസത്തിൽ അടിത്തറയിട്ട ഒരു ജീവിതശൈലി അദ്ദേഹം അവലംബിച്ചിട്ടുണ്ട്. അദ്ദേഹം പത്രമുത്തച്ഛിമാരിലാണ് തൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. മലയാള മനോരമ അവിടെ ഏതാണ്ട് 10 വർഷക്കാലം തൻ്റെ സേവനം കൊണ്ട് അവരെ സമ്പുഷ്ടരാക്കി. മലയാള മനോരമയെ സംബന്ധിച്ചിടത്തോളം മാധ്യമരംഗത്തൊരു പ്രത്യേകതയുണ്ട്. അതായത് പരിശുദ്ധ പരിമല തിരുമേനിയുടെ സ്ലീവാശീർവാദത്താൽ അനുഗ്രഹീതമായ കണ്ടത്തിൽ കുടുംബമാണ് അതിൻ്റെ അവകാശികളും സ്ഥാപകരും ഉടമസ്ഥരുമെല്ലാം. എന്നാൽ കാലിക സാഹചര്യത്തിൽ ആ ആശീർവാദത്തോട് പ്രതിബദ്ധതയോ അതുവഴി ഉണ്ടായ ദൈവാനുഗ്രഹത്തിന് പ്രതിനിധിയോ കാട്ടുന്നുണ്ടോ എന്നുള്ള വിവരം അനുവാചകർ വിലയിരുത്തട്ടെ, ഞാനതിലേക്ക് കടക്കുന്നില്ല. അവിടെ താൻ വിശ്വസിക്കുന്ന സീറോ മലബാർ സഭയുടെ പ്രവർത്തനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന് ബോധ്യമായപ്പോഴാകാം ഒരുപക്ഷെ ടോം അവിടെ നിന്ന് മാറുകയും ദീപികയിൽ വന്നു ചേരുകയും ചെയ്തു. അവിടെ തൻ്റെ പ്രവർത്തനത്തിനിടയിലാണ് ദൃശ്യമാധ്യമങ്ങൾക്ക് പ്രചാരം സിദ്ധിക്കുകയും മാധ്യമമേഖലയിൽ ഉന്നതമായ സ്ഥാനമുണ്ടാവുകയും ചെയ്തപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ 24 ചാനലിലേക്ക് എത്തി. അവിടെ ആയിരിക്കുമ്പോഴും ഒരു തികഞ്ഞ മതവിശ്വാസിയാണ് അദ്ദേഹമെങ്കിലും നിഷ്പക്ഷ വീക്ഷണത്തിലൂടെ മുന്നോട്ട് പോയി. തൻ്റെ മതത്തിൻ്റെ ശ്രേഷ്ഠത വിളംബരം ചെയ്യുവാനോ മറ്റേതെങ്കിലും മതവിശ്വാസത്തെ ഇകഴ്ത്തുവാനോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷത. ജോലിയിൽ വിശ്വസ്തയോടൊപ്പം തന്നെ തൻ്റെ മതവിശ്വാസത്തിൽ അടിയുറച്ച് ജീവിതശൈലി സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹം തൃപ്പൂണിത്തുറ ഫൊറോണയുടെ തെക്കേ അറ്റത്തുള്ള പ്രസാദഗിരി ഇടവക അംഗമാണ്. പിന്നീട് 24 ചാനലിൽ തൻ്റെ വിശ്വാസത്തെ ധ്വംസിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കുകയും ശ്രീകണ്ഠൻ നായരെ കുറ്റപ്പെടുത്താനാവില്ല, കാരണം അദ്ദേഹം ഒരു വ്യാപാരിയാണ്. 5 ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾ താങ്കളുടെ ചാനൽ ബഹിഷ്കരിക്കുമെന്ന് വിമതപക്ഷം ഒരു ദുഷ്പ്രചരണം നടത്തിയപ്പോൾ അത് ശരിയായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച ശ്രീകണ്ഠൻ നായർ നിലപാട് സ്വീകരിച്ചാൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനാവില്ല. പക്ഷേ അദ്ദേഹം അതിനു മുൻപൊരു കാര്യം വീക്ഷിക്കണമായിരുന്നു. ഇത്രയും 5 ലക്ഷം ജനങ്ങളുള്ള ആളുകൾ, എല്ലാ ഇടവക വികാരിമാരും ആ ഇടവകയിലെ ഫണ്ട് ഉപയോഗിച്ച് വാഹനങ്ങളും ഭക്ഷണവും സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ട് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 6400 പരം ആളുകൾ കലൂരെ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ പ്രചരണത്തിൻ്റെ സത്യാവസ്ഥ വിലയിരുത്താനുള്ള ബാധ്യത ശ്രീകണ്ഠൻ നായർക്കുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. എന്തായാലും അത്തരമൊരു നിലപാട് വന്നപ്പോൾ അവിടെ തൻ്റെ പ്രവർത്തനം കൊണ്ടു നടക്കുക ബുദ്ധിമുട്ടായിരിക്കുമെന്ന് കരുതിയ ടോം അവിടെ നിന്ന് ഒഴിവാകുകയും ഇപ്പോൾ ന്യൂസ് 18-ൽ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ജോലി ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കലും തൻ്റെ മതത്തെ ഉയർത്തുവാനോ ഇതര മതങ്ങളെ അപകീർത്തിപ്പെടുത്താനോ ടോം തയ്യാറായിട്ടില്ല. പക്ഷേ പ്രസാദഗിരി ഇടവക ദേവാലയത്തിൽ ഏകീകൃത ബലിയർപ്പണം നടത്തണമെന്ന കാര്യത്തിൽ ബഹുഭൂരിപക്ഷം വിശ്വാസികളോടൊപ്പം നിലപാട് സ്വീകരിച്ച യഥാർത്ഥ വിശ്വാസിയായ കുര്യാക്കോസിനോടുള്ള ഇവരുടെ വിമതപക്ഷത്തിൻ്റെ വിദ്വേഷവിധ അപകീർത്തികരമായ സന്ദേശങ്ങളിലൂടെ പുറത്തു വരികയാണ്. ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. സാമ്പത്തിക ആരോപണം അടക്കമാണ് അഴിമതി നടത്തിയിരിക്കുന്നത്. എവിടെ നിന്നൊക്കെ പണം മേടിച്ചാണ് അദ്ദേഹം വാർത്തകൾ കൊടുക്കുന്നത് എന്നാണ് ആരോപണം. ഒരു കാര്യം ചെയ്യുക, ഈ ആരോപണം ഉന്നയിച്ച വിമതപക്ഷത്തെ നേതാക്കന്മാരുടെ സാമ്പത്തിക നിലവാരങ്ങളും കഴിഞ്ഞ 3-4 വർഷങ്ങളായി അവർക്കുണ്ടായ സാമ്പത്തിക തലത്തിലെ വ്യതിരിക്തതകളുമൊന്ന് വിലയിരുത്തുവാൻ ഭരണകൂടം തയ്യാറാകുമോ? കടബാധ്യത മൂലം ജപ്തി നേരിട്ട ഒരു വിമത പാഷാണം ഇപ്പോൾ സമ്പൽ സമൃദ്ധിയിലെത്തിയിരിക്കുന്നു. സർക്കാർ അന്വേഷിക്കട്ടെ. ഇത് സമൂഹത്തിൽ നടക്കുന്ന ഒരു ഭാഷ്യമാണ്. ഇത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ടോം കുര്യാക്കോസ് അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക ശേഖരണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഭരണകൂടം അന്വേഷിക്കട്ടെ, പരാതി കൊടുക്കട്ടെ. വെറുതെ മാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തുന്ന നാണം കെട്ട നടപടി ഈ വിമതപക്ഷം ഒഴിവാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ടോം കുര്യാക്കോസിനോട് ഒരു അപേക്ഷയുണ്ട്. താങ്കൾക്കെതിരെയുള്ള സാമ്പത്തിക ആരോപണത്തിൻ്റെ മുനയൊടിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗമാണ് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകളുടെ സഹായം തേടുക എന്നുള്ളത്.
ഒരു അപകീർത്തി കേസ് അങ്ങ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. അത് എത്ര വലിയ തുകയാണോ ചെറുതാണോ എന്നുള്ളതല്ല പ്രശ്നം, പ്രതീകാത്മകമായെങ്കിലും അത്തരം ഒരു നിലപാടിലേക്ക് അങ്ങ് നീങ്ങണം. അങ്ങനെയെങ്കിൽ വിമത പാഷാണങ്ങളുടെ മുനയൊടിക്കാൻ, ആരോപണത്തിൻ്റെ മുനയൊടിക്കാൻ നമുക്ക് കഴിയും എന്ന കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി വിമതപക്ഷത്തോട് നിങ്ങളും നിങ്ങളുടെ സാമ്പത്തിക നിലവാരത്തെ അന്വേഷണ വിധേയമാക്കാൻ തയ്യാറുണ്ടെങ്കിൽ ധീരമായി മുന്നോട്ട് വരട്ടെ. എവിടെന്നെങ്കിലും ആരോടെങ്കിലും പണം മേടിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് അതേപോലെയാണ് മറ്റുള്ളവരുമെന്ന് ചിന്തിക്കേണ്ടി വന്നാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല, സ്വപരിചയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അതിൽ അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അതവരുടെ ഉപജീവന മാർഗമായി മുന്നോട്ട് അവർ വയ്ക്കൊള്ളട്ടെ. പക്ഷേ ടോം കുര്യാക്കോസിനെതിരെ ഇത്തരം ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വലിയ വില കൊടുക്കേണ്ടി വരും. അതിനാൽ സ്നേഹമുള്ള ടോമെ, എത്രയും പെട്ടെന്ന് നിയമ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് സ്നേഹവിദ്യ വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.